മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹിമയിൽ രാജനെഴുന്നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ്റെ സാന്നിധ്യമെന്ന ഈ ശുശ്രൂഷയിലെ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ കാണാനും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനും ദൈവം നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ നോമ്പ് കാലയളവിലാണ് നാം നിർവഹിക്കുന്നത്. സഭാപിതാവായിട്ടുള്ള മിസ്റ്റർ സിപ്രിയാൻ നോമ്പുകാലത്തെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ വസന്തകാലമാണ് നോമ്പുകാലം. നിങ്ങൾക്കറിയാം, ഒരാണ്ടു വർഷത്തിൽ 4 കാലഘട്ടങ്ങളാണ് ഉള്ളത്. അതിലെ ചെടികളിൽ ഏറ്റവും പൂക്കളുണ്ടാകുന്നതും ഫലങ്ങളുണ്ടാകുന്നതും വസന്ത കാലഘട്ടത്തിലാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പുണ്യത്തിൻ്റെ പൂക്കൾ വിരിയുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് നോമ്പിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. ഈ വർഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നോമ്പുകാലത്തോടനുബന്ധിച്ച് ആഗോള സഭയിലെ എല്ലാ സഭാവിശ്വാസികൾക്കുമായി എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിലെ പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈ നോമ്പ് കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു പരിഭ്രാന്തിയുടെ കാലഘട്ടമാണ്, ഇത് ഒരു പരിക്ഷീണതയുടെ കാലഘട്ടമാണ്. മനുഷ്യൻ്റെ എല്ലാവരുടെയും ഭയപ്പെടുന്നു. മനുഷ്യൻ ഒരുപാട് അധ്വാനിച്ച് അവശനായി ക്ഷീണിതനായിരിക്കുന്നു. പരിശുദ്ധ പിതാവ് തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിലെ ഈ പരിഭ്രാന്തിയും ഈ പരിക്ഷീണിതയും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സുവിശേഷ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 31ഉം 32ഉം തിരുവചനങ്ങൾ പരിശുദ്ധ പിതാവ് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുക്കൽ ഒരുമിച്ചു കൂടി. തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ അവനെ അറിയിച്ചു. അനേകം ആളുകൾ
അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്കല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി മറുകരയിൽ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പരിശുദ്ധ പിതാവ് പറയുന്നത് സത്യമാണ്. ഇന്നത്തെ മനുഷ്യൻ തിരക്ക് പിടിച്ച മനുഷ്യനാണ്. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത മനുഷ്യരാണെന്ന്. അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തന ബാഹുല്യം നിമിത്തം, അവരെ കാണാൻ വന്ന ജനസഞ്ചയം നിമിത്തം, അവരുടെ തിരക്ക് നിമിത്തം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. തിരക്ക് പിടിച്ച മനുഷ്യരുടെ ഒരു കാലഘട്ടം, ഒന്നിനും സമയമില്ലാത്ത മനുഷ്യരുടെ ഒരു കാലഘട്ടം, പരിഭ്രാന്തിയുടെയും പരിക്ഷീണിതയുടെയും ഒരു കാലഘട്ടം. പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഇവിടെ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒരു തോണിയിൽ കയറാം, നമുക്ക് മറുകരയിലേക്ക് പോകാം. അവിടെ വിജനസ്ഥലത്ത് നമുക്കല്പം വിശ്രമിക്കാം. ഈ നോമ്പ് കാലഘട്ടം തോണിയിൽ കയറാനുള്ളൊരു കാലഘട്ടമാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ കർത്താവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമാണ്. അവൻ പറയുകയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മുൻപായി പരിശുദ്ധാത്മാവിനാൽ അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ അതിനൊരുക്കമായിട്ട് പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു, അവനെ മറുകരയിലേക്ക് നയിച്ചു, അവനെ വിജനതയിലേക്ക് നയിച്ചു. നിങ്ങൾക്കറിയാം, മരുഭൂമി ഇസ് എ പ്ലേസ് ഓഫ് സൈലൻസ്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സോളിറ്റ്യൂഡ്. മരുഭൂമി നിശബ്ദതയുടെ സ്ഥലമാണ്, അത് നിശ്ചലതയുടെ സ്ഥലമാണ്, അത് ഏകാന്തതയുടെ സ്ഥലമാണ്, അത് ഏകാഗ്രതയുടെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമായ കർത്താവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിനെ തെരഞ്ഞെടുത്ത സ്ഥലം മരുഭൂമിയാണ്. മരുഭൂമിക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വലിയൊരർത്ഥമുണ്ട്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സങ്കേതമാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയുടെ സ്ഥലമാണ്. ദൈവം സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് മരുഭൂമി. ഈ കാലഘട്ടം എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളുമൊക്കെ ബഹളങ്ങളുടെ നടുവിലാണ്. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ നിരാശ തോന്നി. ദൈവമേ, എന്നാണ് ഇന്ത്യയിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടുക? ഇന്ന് എനിക്കൊരു മൊബൈൽ ഫോണുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഒരു സ്ഥലത്തും ഒരു നിമിഷം സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു സ്ഥലത്ത് ഒന്ന് വിശ്രമിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മെ സ്വൈര്യം കെടുത്തുന്നു. എന്നോട് ഈ അടുത്ത് ഒരു കുഞ്ഞ് ചോദിച്ചു, പിതാവിന് ഒരു ദിവസം എത്ര ലൈക്ക് കിട്ടുന്നുണ്ടെന്ന്. എനിക്ക് ഉത്തരം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ലവ് ഒന്നാണ്. ഞാൻ ചോദിച്ചു, മോളെ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല പിതാവേ, പിതാവിൻ്റെ പോസ്റ്റിങ്ങിന് ലൈക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് മോളെ? അയ്യോ, പിതാവ് ഒരു മണ്ടൻ, പിതാവിനൊരു ചുക്കും അറിയാൻ പാടില്ല. പിതാവേ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിലൂടെ നമുക്ക് ആളുകളുടെ പ്രതികരണം കിട്ടും, ലൈക്ക് കിട്ടുക. ഞാൻ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും തുറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുമാത്രം ഉപദ്രവമാണെന്നറിയാമോ അനാവശ്യങ്ങളിലൂടെ. ഞാനിതിൻ്റെ നന്മ നിഷേധിച്ച് പറയുകയല്ല. മനുഷ്യന് ഒരു സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടം, മനുഷ്യന് ഒരു ശാന്തതയില്ലാത്തൊരു കാലഘട്ടം, മനുഷ്യന് ദൈവത്തോടൊത്ത് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സമയം ചെലവഴിക്കാനും സമയം കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
കർത്താവിനെ ഉണ്ടായ ആദ്യത്തെ പ്രലോഭനം, അവിടുന്ന് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചപ്പോൾ അവിടത്തേക്ക് വിശന്നു. ഞാനും വല്ലപ്പോഴൊക്കെ ഉപവസിക്കാറുണ്ട്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയട്ടെ, എനിക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും എൻ്റെ ചങ്ക് വരളും. എൻ്റെ വയറ്റിൽ നിന്ന് അടിയുന്ന എന്തോ കയറി, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പിശാചാന്നുള്ള ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അടിയെന്ന് കയറി വരും. ചിലപ്പോൾ എനിക്ക് നല്ല തിരക്കുള്ള ദിവസം ചിലപ്പോൾ 4 മണി വരെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. പക്ഷെ ഉപവസിക്കുന്ന ദിവസം ഭയങ്കര ദാഹമാണ്, ഭയങ്കര വിശപ്പാണ്. വെറുതെ ഇടയ്ക്ക് ഒന്ന് ഊട്ടുമുറി ചെന്ന് ഒന്ന് തപ്പി നോക്കാനുള്ള പ്രലോഭനമാണ്. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ചപ്പോൾ അവന് വിശന്നു. സ്വാഭാവികമായിട്ട് അവന് വിശന്നു. പിശാച് അത് മുതലെടുത്തു. പിശാച് അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്തുകൊണ്ട് നീ ഈ കല്ലുകളെ അപ്പമാക്കുന്നില്ല? നീ ദൈവമാണ്, നീ സർവശക്തനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനാണ്, ഏദൻ തോട്ടത്തിലെ എല്ലാം നട്ടു വളർത്തിയവനാണ്, നിനക്കെന്തുകൊണ്ട് ഈ കല്ലുകളെ അപ്പമാക്കിക്കൂടാ? കർത്താവ് അതിന് കൊടുത്ത ഒരു മറുപടിയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു മറുപടി കർത്താവ് കൊടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ കൊണ്ടുകൂടെയാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എനിക്ക് തോന്നുന്നു ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വചനം പറയുന്നത് പോലെയാണ്. നാട്ടിൽ ഞാൻ വറുതി അയക്കും. അത് ആഹാരത്തിനോ വെള്ളത്തിനോ വേണ്ടിയുള്ള ക്ഷാമമല്ല. ഞാൻ നാട്ടിൽ വറുതി അയക്കും. അത് ആഹാരത്തിനോ ജലത്തിനോ വേണ്ടിയുള്ള വറുതിയല്ല, അത് ദൈവത്തിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമാണ്. ദൈവത്തിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ക്ഷാമമാണ് ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോകുന്ന വറുതി. ഒരുപക്ഷെ കർത്താവ് ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നീ കല്ലുകളെ അപ്പമാക്കുക. ഈ കല്ലുകളെ അപ്പമാക്കാൻ കാരണം എന്താണ്? നിനക്ക് വിശപ്പുണ്ട്, നിനക്കതിന് സാധിക്കും, നിൻ്റെ കയ്യിൽ അതിനുള്ള ശക്തിയുണ്ട്. ഇന്ന് മനുഷ്യൻ ആഘോഷങ്ങളുടെ പിറകിലാണ്, മനുഷ്യൻ ഇന്ന് ആർഭാടങ്ങളുടെ പിറകിലാണ്. ഈ നോമ്പ് കാലഘട്ടം എൻ്റെയും മുൻപിലും ഉള്ള വലിയൊരു വെല്ലുവിളിയുണ്ട്. മനുഷ്യൻ തൻ്റെ ജഡത്തെ നിയന്ത്രിക്കാൻ വചനത്തിൻ്റെ വിരുന്നുശാലയിലെ കാവലിരിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കാൻ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ, കൗദാശികമായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുംഭസാരത്തിലൂടെയൊക്കെ ഏറ്റുവാങ്ങാൻ. ഞാൻ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും എന്നെ കേൾക്കുന്ന ദൈവജനത്തോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മനുഷ്യൻ വചനം കൊണ്ട് നിറയുമ്പോഴാണ് കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. മനുഷ്യൻ വചനം കൊണ്ട് അഭിഷേകിക്കപ്പെടുമ്പോഴാണ് ജഡത്തിൻ്റെ മേൽ കടിഞ്ഞാൻ വീഴുന്നത്. എന്തുകൊണ്ട് പാപം വർദ്ധിക്കുന്നു? അഭിഷേകം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വചനത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുന്നു. അവിടെയാണ് നമ്മൾ വീണു പോകുന്നത്. കണ്ണുകൾക്ക് കർട്ടൻ ഇടാൻ മറന്നുപോയ ദാവീദ് രാജാവിനെ കുറിച്ച് സാമുവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മനോഹരമാണത്, അർത്ഥവത്താണ്. കണ്ണുകൾക്ക് കർട്ടൻ ഇടാൻ മറന്നുപോയ ദാവീദ് വീണത് കണ്ണുകളിലാണ്.
ദാവീദിന്റെ വീഴ്ച ഭയാനകമായത് ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് വീണപ്പോഴാണ്. ദാവീദിൻ്റെ വീഴ്ച അമ്പെ പരാജയമായത് ദാവീദ് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും തിന്മയ്ക്ക് ഗർഭപാത്രം തുറന്നപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് വചനത്തിൻ്റെ വറുതിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വചനത്തിൻ്റെ മുൻപിൽ കരം കൂപ്പാം, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കരം കൂപ്പാം, വിശുദ്ധ കുമ്പസാരത്തിൻ്റെ മുൻപിൽ കരം കൂപ്പാൻ കഴിയട്ടെ. പിശാച് കർത്താവിന് കൊടുത്ത രണ്ടാമത്തെ പ്രലോഭനം നീ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക, നിന്നെ കരങ്ങളിൽ താങ്ങാൻ മാലാഖമാരെ ദൈവം അയക്കും. സാത്താനെ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. കർത്താവ് പറഞ്ഞ മറുപടി അതാ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു. 3 കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് അപ്പൻ അവരെ കൊന്നു. അമ്മയും വിഷം കഴിച്ച് മരിച്ചു. അവസാനം കുടുംബനാഥനും വിഷം കഴിച്ച് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. പോലീസ് അന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആത്മഹത്യക്ക് നേതൃത്വം കൊടുത്ത കുടുംബനാഥൻ്റെ ഒരു കത്ത് അവർ കണ്ടെടുത്തു. എൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ എനിക്കിടമില്ല, ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല, രക്ഷപ്പെടാൻ എൻ്റെ മുൻപിൽ ഒരു മാർഗമില്ല, ഞാനതുകൊണ്ട് ജീവിതത്തോട് യാത്ര പറയുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പൈശാചിക പ്രലോഭനം എന്ന് പറയുന്ന നിരാശയാണ്. എൻ്റെ തമ്പുരാൻ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ തമ്പുരാൻ എന്നെ കൈവിട്ടു, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പിശാചിനോട് മല്ലടിച്ചിട്ട് പറഞ്ഞത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിരാശ അവൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് പ്രതിവിധിയില്ലെന്നുള്ളതാണ്, അവൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യമില്ലെന്നുള്ളതാണ്, അവൻ്റെ പ്രതിസന്ധികൾക്ക് പ്രതിവിധിയില്ലെന്നുള്ളതാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപികളിൽ ഒരാളാണ് ദാവീദ്. ദാവീദ് ചെയ്തിടത്തോളം കുരുത്തക്കേടുകൾ ഈ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ദാവീദിനെ തന്നെ കർത്താവ് ഈ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധനും മാതൃകായോഗ്യനുമാക്കി മാറ്റിയത് പാപം ചെയ്യാതിരുന്നത് കൊണ്ടല്ല, പാപം ചെയ്ത തനിക്ക് കരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിവോടുകൂടെ മടങ്ങി വന്നതുകൊണ്ടാണ്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ദയാപുരൻ്റെ പാപങ്ങൾ മായിക്കണമേ, നീ എന്നെ തൊട്ടാലേ ഹെബ്രോണിലെ മഞ്ഞ് പോലെ ഞാൻ വെണ്ണയുള്ളവനാകും, നീ എന്നെ കഴുകിയാലേ ഒരലക്കുകാരനും വെളുപ്പിക്കാത്ത വിധത്തിൽ എൻ്റെ വെണ്മ വർദ്ധിക്കും. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കൊക്കെ ധാരാളം പാപങ്ങളുണ്ട്. ഈ അടുത്ത് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ പറഞ്ഞു, എവറി സിൻ ഈസ് എ കോൾ ടു കൺഫെഷൻ ആൻഡ് എവറി കൺഫെഷൻ ഈസ് എ യു ടേൺ. ഈ ലോകത്തിലെ എല്ലാ പാപങ്ങളും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പാപമോചന കൂദാശയിലേക്കുള്ള ക്ഷണക്കത്താണ്. പാപമോചന കൂദാശ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലെ ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു യു ടേണാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. പിശാചേ, കർത്താവിന് കൊടുത്ത 3-ാമത്തെ പ്രലോഭനം, ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്, അത് ഞാൻ നിനക്ക് തരാം, ഒറ്റക്കാര്യം നീ ചെയ്തേച്ചാൽ മതി, എന്നെ താണു വീണ് ആരാധിക്കണം.
നീ എൻ്റെ മുൻപിൽ താണു വീണ് എന്നെ ആരാധിച്ചാൽ എല്ലാം നിനക്ക് ഞാൻ തന്നേക്കാം. ഒറ്റ നിബന്ധനയേ ഉള്ളൂ, നീ നിൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കണം, ഞാൻ നിനക്ക് ദൈവമായിട്ട് നീ സമ്മതിക്കണം. ഈശോ കൊടുത്ത മറുപടി പറഞ്ഞു, സത്താനേ നീ ദൂരത്ത് പോകുക, നീ ദൂരത്ത് പോകുക. എൻ്റെ പ്രിയമുള്ളവരെ, പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ നിരീശ്വരന്മാരെന്ന് പറയുന്ന ആരാ? ദൈവത്തെ നിഷേധിക്കുന്നവരെ, നിരീശ്വരന്മാരെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നിരീശ്വരന്മാർ. നിങ്ങൾ എന്നെ അത്ഭുതത്തോടു കൂടെ നോക്കുന്നുണ്ടാകാം. ഞാനൊരു കാര്യം പറയട്ടെ, ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ധനാഢ്യനായ ബോഷൻ, ലൂക്കായുടെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ വിളവ് വർദ്ധിച്ചു. ആ വിളവ് ശേഖരിക്കാൻ സ്ഥലമില്ലാതെ വന്നു. അവൻ അറപ്പുരകൾ പുതുക്കിപ്പണിതു, ഭാണ്ഡം കെട്ടി അതിൽ മുഴുവൻ ശേഖരിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ആത്മാവേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു 10 തലമുറയ്ക്ക് തിന്നാലും തീരാത്തത് എൻ്റെ കയ്യിലുണ്ട്, തിന്ന് കുടിച്ച് ആഘോഷിക്കുക. സ്വന്തം സമ്പാദ്യം ദൈവമായിട്ട് ആരാധിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. എന്നെ കേൾക്കുന്നത് നിങ്ങൾ പോലും. നിങ്ങൾ ഔസേ പുണ്യാളുടെ മുമ്പിലും അന്തോണിസ് പുണ്യാളുടെ മുമ്പിലൊക്കെ തിരികെത്തിക്കുന്നവരാ. പക്ഷെ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ മുൻപിലും തിരികെത്തി കൈക്കൂപ്പി അതാണ് നിത്യസ്തുതിക്ക് അർഹമായ ദൈവമെന്ന് പറയുന്നവരുണ്ട്. എൻ്റെ ആരോഗ്യം, എൻ്റെ സാമർത്ഥ്യങ്ങൾ, എൻ്റെ ഉദ്യോഗം, എൻ്റെ സ്വാധീനം, എൻ്റെ സൗന്ദര്യം. മനുഷ്യൻ ഇന്ന് ദൈവത്തെ വെല്ലുവിളിക്കുന്നത് പുറത്തല്ല, അകത്ത് നിന്നുകൊണ്ടാണ്. സമ്പാദ്യം കൊണ്ട് വെല്ലുവിളിക്കുന്നവരുണ്ട്. സമ്പത്ത് ദൈവത്തിൻ്റെ മുൻപിൽ വെല്ലുവിളിയായിട്ട് ദൈവത്തെ കളിയാക്കുന്ന മനുഷ്യരെത്രയോ ഉണ്ട്. കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും ജീവിതം നശിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ചീട്ട് കളിച്ചും അശ്ലീലമായിട്ട് സംസാരിച്ചും. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും സർവസ്വവും ദൈവം തന്നതാണ്. ഒരുപക്ഷെ പഴയ നിയമത്തിൽ ദൈവം പറയുന്ന ഏറ്റവും വലിയ പാപം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾ മറന്നു കളഞ്ഞതാണ്. ദൈവത്തിനൊരിക്കലും നിങ്ങളോട് മറക്കാൻ പറ്റാത്ത പാപം. നിന്നെ ദൈവം അനുഗ്രഹിച്ചുവെന്ന് നീ മറന്നു കളയുമ്പോൾ, നിൻ്റെ ആരോഗ്യം നിനക്ക് തന്നത് ദൈവമാണെന്ന് നീ മറന്നു കളയുമ്പോൾ, നിൻ്റെ സ്വാധീനവും നിൻ്റെ സിദ്ധികളും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ മറന്നു കളയുമ്പോൾ, അതൊരു വിഗ്രഹാരാധനയാണ്, ജീവിതത്തിൻ്റെ അഹന്ത. ഈ നോമ്പ് കാലത്ത് നമുക്ക് കൂടുതൽ വിനീതരാകാം. ചുങ്കക്കാരനെ പോലെ നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ കരം നീട്ടി പറയാം, കർത്താവ് പാപിയാണ്, കർത്താവ് ഒരുപാട് തെറ്റിപ്പോയിട്ടുണ്ട്. പരിത്യാഗവും പ്രാർത്ഥനയും സത്യത്തിൽ ഫലം ചൂടുന്നത് പരസ്നേഹത്തിലാണെന്നാണ് പറയുന്നത്. എൻ്റെ സ്വത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വാധീനം, എൻ്റെ കഴിവുകൾ, എൻ്റെ സാമർത്ഥ്യങ്ങൾ, എൻ്റെ സൗന്ദര്യം, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും എൻ്റെ സഹോദരങ്ങളുടെ നന്മയ്ക്കും ഞാൻ ചെലവഴിക്കാൻ സന്മനസ് കാണിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുത്തും. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്ക് കർത്താവിനോടൊത്ത് തോണിയിൽ കയറാം. കർത്താവിൻ്റെ കൂടെ നമുക്ക് മറുകരയിലേക്ക് പ്രവേശിക്കാം. കർത്താവിനോടൊത്ത് നമുക്ക് വിശ്രമിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ തിന്മകളും, സർവ്വപാപങ്ങളും, സർവ ജഡിക മോഹങ്ങളും, സർവ്വ ജീവിതത്തിൻ്റെ അഹന്തകളും തിരുത്തി നമ്മെ തന്നെ പുതുക്കി കർത്താവിന് സ്വീകാര്യമായ ബലിയാക്കി തീർക്കാൻ ഈ നോമ്പുകാലത്തിലെ കാരണമാകട്ടെ. ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു.
പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളേറെ വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുമടക്കി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അഭിയോന്യ റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നമ്മെ തന്നെ പൂർണ്ണമായും, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളെ, നമ്മുടെ തൊഴിൽ മേഖലകളെ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ പ്രവർത്തിക്കണമേ, അവിടുത്തെ കരുണ കടലിൽ ഞങ്ങളെ മുക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഓരോ ആത്മാവിനും ആവശ്യമായ കരുണ ഓരോ ജീവിതത്തിലേക്കും കർത്താവെ പകർന്നു കൊടുക്കണമേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണയുടെ തീമഴ പെയ്തിറങ്ങുവാൻ, ലോക ജനതയിൽ എല്ലാ ജനപദങ്ങളിലും നമ്മളായിരിക്കും നമ്മുടെ കൂട്ടായ്മകളിൽ, തൊഴിൽ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കടൽ ഒഴുകപ്പെടുവാൻ, അവിടെ വലിയ വിശുദ്ധീകരണം ഉണ്ടാകാൻ, സൗഖ്യമുണ്ടാകാൻ, വിമോചനമുണ്ടാകാൻ സ്വരമുയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ജീവിക്കുന്ന യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. നിറയട്ടെ, കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ മുഴുവൻ, ഈ ലോകം മുഴുവനെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച് ഹൃദയം നുറുങ്ങി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ലോക ജനതയ്ക്ക് വേണ്ടി എല്ലാ ജനപദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ സകല ജനപദങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഈശോയെ നന്ദി, പിതാവെ നന്ദി. ഞങ്ങളെ കുടുംബങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ തലമുറകൾ അഭിഷേകം ചെയ്തതിനായി, അവിടുത്തെ മഹാകരുണയാൽ ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ എന്ന വചന പരമ്പരയിലെ സന്ദേശങ്ങളാണ്. പ്രാർത്ഥിച്ചുരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ